ആര്യപാദാബ്ജ പരാഗ പരമാണവഃ വിജ്ഞാനാമോദസുഭഗാഃ സ്ഫുരന്തു ഹൃദയേ സദാ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള വാചസ്പതി പുരസ്കൃതനായ പ്രൊഫസർ കെ.ടി. മാധവൻ, കേരള സംസ്കൃത അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനും ഈ വിശ്വവിദ്യാലയത്തിൻ്റെ ഈ ക്യാമ്പസിൻ്റെ മുൻ സാരഥിയുമായ കെ.ടി. മാധവൻ മാഷ്, ഇന്ന് നമ്മളെ അഭിസംബോധന ചെയ്യാനായിക്കൊണ്ട് ഈ വർഷത്തെ സംസ്കൃത പ്രണയഭാജനം ശ്രീ പി.ടി. കുര്യാക്കോസ് മാസ്റ്റർ എൻഡോമെന്റ് സ്മാരക പ്രഭാഷണം നിർവഹിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഭാഷാപണ്ഡിതനും സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനും വാഗ്മിയും, ഇനി ഏതൊക്കെ വിശേഷണങ്ങളാണ് പറയുന്നത് അറിയില്ല, നിരവധി വിശേഷണങ്ങൾക്ക് അർഹനായ നമ്മുടെ അഭിവന്ദനായ പ്രൊഫസർ പി. വി. കൃഷ്ണനായർ, അക്കാദമി സെക്രട്ടറി, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ കൂടിയായ ഡോക്ടർ പി. കെ. വിജയൻ മാസ്റ്റർ, പ്രൊഫസർ നാരായണ ഗുരു മാസ്റ്റർ, ഇന്ന് ഈ ക്യാമ്പസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള യുവാവും നല്ല പ്രതിഭാശാലിയുമായ ബഹുമുഖ പ്രതിഭൻ എന്ന് പറയേണ്ട ഒരാളാണ് നിങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ ഷൈൻ. പിന്നെ പ്രധാനമായിട്ട് പറയുന്ന ആളുകൾ ഇനിയാണ്, അത് അവസാനത്തിൽ വിട്ടിരിക്കുകയാണ്. മധുരേണ സമാപയെ എന്നാണല്ലോ ഇന്നിവിടെ വലിയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന 4 മഹാപ്രതിഭകൾ ഇവിടെയുണ്ട്. ഡോക്ടർ വി. രാമകൃഷ്ണ ഭട്ട്, ഡോക്ടർ സി. രാജേന്ദ്രൻ, ഡോക്ടർ വി. ആർ. മുരളീധരൻ, ഡോക്ടർ മഹേഷ് ബാബു. പഴയ തലമുറകൾ അറ്റം മുതൽ തുടങ്ങി പുതിയ തലമുറ ഈ അറ്റം വരെ ഉള്ള ആളുകൾ വ്യാപിച്ചു കിടക്കുന്ന പല ഏജ് ഗ്രൂപ്പിലുള്ള പ്രതിഭകളാണ് നമ്മൾ ഈ വർഷം ആരംഭിക്കുന്നത്. ഇവരെ പരിചയപ്പെടുത്താനുള്ള ഒരു സാഹസമാണ് എനിക്ക് ചെയ്യാനുള്ളത്. രാമകൃഷ്ണ ഭട്ടിനെ പോലെയുള്ള മഹാപണ്ഡിതനായ ഒരാളെ എൻ്റെ ഈ അവാങ്മനസ ഗോചരം എന്ന് പറയുന്ന വാക്കുകൾക്ക് ഗോചരമല്ലാത്ത ഒരു വിഷയം, ആ വിഷയത്തിൽ ഒരു സാഹസനായി പ്രവൃത്തിയാണ് മാധവൻ മാഷ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളൊക്കെ ഭാഷ കൊണ്ടാണല്ലോ ഇതെല്ലാം വ്യവഹരിക്കുന്നത്. പലപ്പോഴും ഭാഷയെ ട്രാൻസ്ലെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി വരും. അതാണ് വേദാന്തമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. കുര്യാക്കോസ് മാഷിനെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്യാമ്പസ്, സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകൾ 15 ക്യാമ്പസുകളുണ്ട്. അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുമ്പോൾ, തൃശ്ശൂർ എത്തുമ്പോൾ, കുര്യാക്കോസ് മാഷിനെ പാവനമായ, അതാണ് ഞാൻ മാഷയെ നമസ്കരിച്ചുകൊണ്ടുള്ള ശ്ലോകം ചൊല്ലിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. കുര്യാക്കു ആര്യപാദാബ്ജ പരാഗ പരമാണവഃ വിജ്ഞാനാമോദസുഭഗാഃ സ്ഫുരന്തു ഹൃദയേ സദാ. ഇതാണ് മാഷയെ നമസ്കരിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ. ഇന്നിവിടെ ഈ ഗുണങ്ങൾ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാഷയുടെ ആ അനുഗ്രഹ ബുദ്ധിയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ബീജാവാപത്തിലുള്ള മഹത്തായ സങ്കല്പമാണ്. ഇനി എന്തൊക്കെ പറയേണ്ടത് അതൊക്കെ പറയാം. സമയാഭാവം അതൊന്നും ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ വിസ്തരിക്കുന്നില്ല. കേരള സംസ്കൃത അക്കാദമി ഇതിൻ്റെ സ്ഥാപന കാലം മുതൽ 1987 മുതൽ പ്രൊഫസർ എൻ. വി. കൃഷ്ണമാരി അധ്യക്ഷനായിട്ട് വന്ന സമയത്ത്, അന്ന് സെക്രട്ടറി മാധവ മാഷാണ്, ട്രഷറർ ഞാനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കെ.പി. നാരായണ പിഷാരടി,
ഇവിടെ മാധവമാഷ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു ഗാലക്സി ഓഫ് സ്കോളേഴ്സ്. ഒരുപാട് പണ്ഡിതന്മാരാണ് കേരളത്തിലുണ്ടായിരുന്നത്. കുഞ്ചുണ്ണി രാജ, ശ്രീകൃഷ്ണ ശർമ്മ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ അക്കാദമിയുടെ സ്ഥാപനത്തിന് വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവരെയൊക്കെ ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ടതാണ്. അവരുടെയൊക്കെ പേരിൽ പലരുടെ പേരിലും നമ്മൾ പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്. കുര്യാക്കോസ് മാഷിന്റെ സ്മാരക പ്രഭാഷണം എൻഡോമെന്റ് നമ്മൾ ആരംഭിച്ച് പ്രതിവർഷം നമ്മൾ ഏറ്റവും യോഗ്യരായ ആളുകളെ, യോഗ്യരായത് എന്ന് ഞാൻ പറയുന്നത് പലപ്പോഴും അവാർഡുകൾ അന്വേഷിച്ച് നടക്കുന്ന കാലമാണ് ഈ കാലം. എങ്ങനെയാണ് ഒരു അവാർഡ് തരാക്കുക എന്നാണ് പറയുന്നത്. ഐ മാനേജ് an അവാർഡ്, ഐ മാനേജ് an അവാർഡ്. എങ്ങനെ കുക്ക് ചെയ്തിരിക്കുക. ഈ കാലഘട്ടത്തില് അവാർഡിന് അതിൻ്റെതായ, പുരസ്കാരത്തിന് അതിൻ്റെതായ ഗൗരവം ഉണ്ടാകുന്ന രീതിയിൽ അതിന് യോഗ്യരായ ആളുകളെ കൊണ്ട് രാമകൃഷ്ണ ഭട്ട് സാറിനെ പോലുള്ള ആളുകൾക്ക് ഈ അവാർഡ് കൊടുക്കുമ്പോൾ സാറല്ല പുരസ്കൃതമാകുന്നത്, അവാർഡാണ് പുരസ്കൃതമാകുന്നത്. അവാർഡിനെ പുരസ്കരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ അവാർഡിന്റെ മേന്മ വർദ്ധിക്കുന്നു. അങ്ങനെ ഉത്കൃഷ്ടരായ പണ്ഡിതന്മാർക്കാണ് നാം എല്ലാ വർഷവും പുരസ്കാരങ്ങൾ നൽകുന്നത്. ഈ വർഷത്തെ പുരസ്കാരം കുര്യാക്കോസ് മാഷിന്റെ എൻഡോമെന്റ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പ്രൊഫസർ B.R. രാമകൃഷ്ണ ഭട്ട് സാറാണ്. സാറ് കേരളീയനാണെന്നുണ്ട് കേരളീയനാണ്, കർണാടകീയനാണെന്നുണ്ട് കർണാടകീയനാണ്, വിശ്വപൗരനാണ്. മാഷെ അവിടെ കാശിൽ ചെന്ന് സംസാരിക്കുമ്പോൾ, പണ്ഡിതന്മാരോട് സംസാരിക്കുമ്പോൾ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞ ഉറപ്പിയോടെ ഭട്ട് സാറില്ലേ രാമകൃഷ്ണ ഭട്ട് ആദ്യം ചോദിക്കുന്നതാണ്. ധാരാളം ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വന്ന സമയത്തൊക്കെ പല പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ സംസാരിക്കുമ്പോൾ ആദ്യം രാമകൃഷ്ണ ഭട്ട് സാറിനെ കുറിച്ചാണ് നോക്കുന്നത്. സാറ് കാസർഗോഡിലെ ഒരു ഗ്രാമത്തിൽ, അപ്പൊ നമുക്ക് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വിദേശമൊന്നുമല്ല, കേരളത്തെ സംബന്ധിച്ച് പ്രാന്തപ്രദേശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളീയനാണ്. നിങ്ങൾക്കൊക്കെ അതന്നെയാണ്, കേരളീയൻ തന്നെ പറയാനാണ് ഇഷ്ടം. അപ്പോ അവിടെ കൃഷ്ണഭട്ടന്റെയും സരസ്വതി അമ്മയുടെയും മകനായിട്ട് മാഷ് 1948 ജനിച്ചത്. പ്രാചീന സമ്പ്രദായം അനുസരിച്ച് സംസ്കൃതത്തിൽ ആദ്യ ബാലഭാഷകളെല്ലാം പഠിച്ചതിന് ശേഷം മാഷിന്റെ BA MA കോഴ്സുകൾ, അതായത് ശാസ്ത്രീയ ആചാര്യമുണ്ടായ കോഴ്സുകൾ, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നിവയെല്ലാം പ്രസിദ്ധമായിട്ടുള്ള സമ്പൂർണ്ണാനന്ദ സംസ്കൃത സർവകലാശാലയിലാണ് നിർവഹിച്ചത്. തുടർന്ന് നവ്യ പ്രാച്യ ദ്രവ്യ പദാർത്ഥ വിമർശനം എന്ന വിഷയത്തിൽ മാഷ് വളരെ പ്രൗഢമായ ഗവേഷണം നിർവഹിച്ചത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ്. ഇപ്പൊ കാശിയിലൊക്കെ പഠിക്കാന്ന് പറഞ്ഞ അർത്ഥം സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞ പോലെയാണ്. സ്വർഗത്തിൽ അതിന്റെ ഏറ്റവും യോഗ്യയുള്ള സ്ഥലത്ത് ഇന്ത്യയിൽ സംസ്കൃതത്തിന്റെ സരസ്വതി മണ്ഡപം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാശിയാണ്. അങ്ങനെയുള്ള കാശിയിൽ പോയി വേദാന്ത ദർശനാദികളെല്ലാം പഠിച്ച് വലിയ പണ്ഡിതന്മാരുമായിട്ടുള്ള സമാഗമം മാഷെ നന്ന ചെറുപ്പത്തിൽ തന്നെ വലിയൊരു പണ്ഡിതനാക്കി, പണ്ഡിതവൃദ്ധനായി, വയോവൃദ്ധനല്ല, പക്ഷെ ജ്ഞാനവൃദ്ധനായി മാഷ് വളരെ ചെറുപ്പത്തിൽ തന്നെ. മാഷ് കാണുമ്പോൾ തന്നെ വൃദ്ധനായ കാലമാണ്, ഒരു 25-30 കൊല്ലം മുമ്പ്. അന്നേ മാഷ് വൃദ്ധനാണ്. ഈ വൃദ്ധൻ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലാണ് ജ്ഞാനവൃദ്ധൻ. ഞങ്ങൾ ഒരുമിച്ച് ഒരു 10-20 കൊല്ലക്കാലം നിങ്ങൾ ഒരു സർവകലാശാലയിൽ ജോലി ചെയ്തവരാണ്. ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം അത് ഇന്ന് കാണുന്ന പോലെ വളർന്നു വലുതായി നിൽക്കുന്നത് അതിൻ്റെ മൂല കാരണം പ്രൊഫസർ രാമകൃഷ്ണ ഭട്ട് സാറാണ്. ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാതെ, ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ
വളരെ സൗമ്യമായി മാഷ് ആ ക്യാമ്പസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത പാണ്ഡിത്യത്തിന്റെ അന്തരീക്ഷത്തിന് ഏറ്റവും ഗൗരവമുള്ള സംഭാവനകൾ നൽകിയ പണ്ഡിതനാണ് രാമകൃഷ്ണ ഭട്ട് സാറ്. വാക്യാർത്ഥ സദസ്സുകളിലൊക്കെ മാഷ പാണ്ഡിത്യത്തെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് അത് വളരെ വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ന് കേരളത്തിൽ ഒരു വലിയ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന, അതായത് മണിദ്രാവിഡ ശാസ്ത്രി മുതലായിട്ടുള്ള പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്ന വാക്യാർത്ഥ സദസ്സുകളിൽ അധ്യക്ഷനായിരുന്നത് രാമകൃഷ്ണ ഭട്ട് സാറാണ്. ഇങ്ങനെ സർവാത്മന മാഷ് അധികം ഇതിനെക്കുറിച്ച് പറയണ്ടെന്ന് പറയണം എന്നോട്. പക്ഷേ നമുക്ക് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ, ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ ഈ കൊച്ചു കുട്ടികൾ അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു സന്ദർഭം വന്നാലേ അവർക്ക് നമ്മൾ പുരസ്കരിക്കുന്ന ആളുകളൊക്കെ എങ്ങനെയുള്ള ആളുകളാണ് എന്നവർ മനസ്സിലാക്കണം. ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സർവാത്മന യോഗ്യനായ ഒരു വലിയ പണ്ഡിതനെയാണ് നാം ഇന്ന് ഇവിടെ ഈ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ഡോക്ടർ സി രാജേന്ദ്രനാണ് സംസ്കൃതി പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. സംസ്കൃത അക്കാദമിയുടെ പുരസ്കാരമാണ് സംസ്കൃത അക്കാദമി ഈ സംസ്കൃതി പുരസ്കാരം. ഡോക്ടർ സി രാജേന്ദ്രനെ കുറിച്ച് വലിയ വിസ്തരിച്ചുള്ള വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രശസ്തിക്ക് കാരണമായുള്ള അധ്യാപക ശ്രേഷ്ഠന്മാരെ നോക്കിയാൽ ഡോക്ടർ MS മേനോൻ, ഡോക്ടർ NV ഉണിക്കരി, ഡോക്ടർ സി രാജേന്ദ്രൻ അങ്ങനെയുള്ള ഇപ്പോൾ ഇവിടെ നമ്മൾ കൂടെ ഇരിക്കുന്ന പ്രൊഫസർ P നാരായണൻ നമ്പൂരി ഉൾപ്പെടെ നല്ല പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അന്ന് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. മാഷ് വ്യക്തിവിവേകത്തിലാണ് ഗവേഷണം ചെയ്തിട്ടുള്ളത്. മാഷ് വലിയ കോൺട്രിബ്യൂഷൻസ് സൗന്ദര്യശാസ്ത്രത്തിലെ വ്യക്തിവിവേകത്തെ കുറിച്ചുള്ള പഠനം ഒരു ഗവേഷണ പ്രബന്ധമാണ്. പക്ഷേ മാഷിന്റെ വലിയ ഗവേഷണ പ്രബന്ധങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുള്ളത് അലങ്കാരശാസ്ത്രം, നാട്യശാസ്ത്രം, സൗന്ദര്യശാസ്ത്രം, ഇങ്ങനെ പല മേഖലകളിലാണ്, ഭാഷാശാസ്ത്രം, ഇങ്ങനെ നിരവധി മേഖലകളിൽ സി രാജേന്ദ്രൻ മാഷുടെ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. മാഷ്ക്ക് ഇന്നിവിടെ എത്താൻ പറ്റാതെ വന്നത് മാഷ് മുംബൈയിൽ നിശ്ചയിച്ച ഒരു വിദേശ പര്യടനത്തിന്റെ സാഹചര്യം കൊണ്ടാണ്. സിംഗപ്പൂരിലാണ് പുരസ്കാരം ഇനി അദ്ദേഹത്തിന് അക്കാദമി എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ അക്കാദമി വേണ്ട പോലെ ആദരിക്കുന്നു. ഇവിടെ പ്രൊഫസർ PC വാസുദേവൻ സ്മാരക പുരസ്കാരം അർഹനായിട്ടുള്ളത് പ്രൊഫസർ VR മുരളീധരൻ അവരാണ്. PC വാസുദേവന്റെ ചില ക്ലാസ്സുകളിലൊക്കെ വിദ്യാർത്ഥിയായി ശ്രീ VR മുരളീധരൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രൊഫസർ PC വാസുദേവൻ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ ഒരു മകനാണ് ഞാൻ. എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള സ്മാരക പുരസ്കാരത്തെ കുറിച്ച് പറയാനും ആ പുരസ്കർത്താവിനെ അവതരിപ്പിക്കാനും ഒരവസരം എനിക്കുണ്ടായത് എൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഈ സ്ഥാപനത്തിലെ ഈ കേന്ദ്രീയ സംസ്കൃത സർവകലാശാലയുടെ ആദ്യകാല ശില്പികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കുര്യാക്കോസ് മാഷിന്റെ വല്ലങ്കയും ഇടങ്കയായി എന്ന ആളാണ് എൻ്റെ അച്ഛനായിട്ടുള്ള പ്രൊഫസർ PC വാസുദേവൻ ഇളയത് മാഷ്. ആ ഇളയത് മാഷിന്റെ പേരിലുള്ള സാഹിത്യ പ്രഭാ പുരസ്കാരമാണ് ഇവിടെ പ്രൊഫസർ VR മുരളീധരന് നൽകുന്നത്. VR മുരളീധരൻ വളരെ പ്രശസ്തമായ രീതിയിൽ BA MA ഇതിലൊക്കെ റാങ്ക് വാങ്ങി പാസ്സായി. PhDക്ക് കോഴിക്കോട് സർവകലാശാലയിൽ മാനവയോദയത്തിലെ നൽപ്പത്തൂരിലെ കേരളത്തിൻ്റെ തന്നെ
സ്വത്തായ നാണയുടെ ഉദയത്തിൽ ആണ് മാഷ് ഗവേഷണം ചെയ്തിട്ടുള്ളത്. തുടർന്ന് ധാരാളം ദീർഘമായ അധ്യാപനം ഉണ്ടായിട്ടുണ്ട്. ഞാനും മുരളി ഒരുമിച്ച്, ഞാൻ നിങ്ങളൊക്കെ മുരളി എന്ന് വിളിക്കാറുള്ളൂ, ഞാനും മുരളി ഒരുമിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസർമാരായിട്ട് കാലടിയിൽ ദീർഘകാലം ഉണ്ടായി. ആ ഡിപ്പാർട്ട്മെന്റിന്റെ സുവർണ കാലഘട്ടമായിരുന്നു അത്. പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ, ഡോക്ടർ ധർമ്മരാജനാട്ട്, ഡോക്ടർ VR മുരളീധരൻ, ഡോക്ടർ PV നാരായണൻ, ഇങ്ങനെ KP ശ്രീദേവി, ഇങ്ങനെ കേരളം അറിയപ്പെടുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ, പ്രൊഫസർമാർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതിൽ പലതുകൊണ്ടും ശ്രദ്ധേയനായ ഒരാളാണ് VR മുരളീധരൻ. മുരളീധരന്റെ നമ്മുടെ പ്രാചീന പാരമ്പര്യത്തിലെ നമ്മുടെ വിലപ്പെട്ട അറിവുകളെ ആധുനികമായിട്ടുള്ള അറിവിന്റെ സമ്പ്രദായങ്ങളുമായി യോജിപ്പിക്കുന്നതിൽ അന്യാദൃശമായ പ്രതിഭ ഉള്ള ഒരാളാണ് ശ്രീ VR മുരളീധരൻ. നല്ല അധ്യാപകൻ, നല്ല വ്യാഖ്യാതാവ്, നല്ല കവി. പലർക്കും അത് അറിയാത്ത കാര്യങ്ങളാണ്. മാഷ് നല്ല കവിതയും എഴുതും. ഇങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ വലിയ പ്രാഗൽഭ്യം തെളിച്ച് ദീർഘകാലം കാലടി യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒപ്പം പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു കാര്യം പറഞ്ഞു. അതിനുശേഷം ആ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസറായും ഡീനായും സർവകലാശാലയുടെ വളരെ ബഹുമുഖമായ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ സംസ്കൃത മണ്ഡലത്തിൽ സംസ്കൃത അധ്യാപകർക്ക്, സംസ്കൃത വിദ്യാർത്ഥികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ എന്ന നിലയിലും VR വളരെ ശ്രദ്ധേയനായിരുന്നു. നല്ല നല്ല ഗവേഷണ പ്രബന്ധങ്ങൾ പലതും എഴുതിയിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സംസ്കൃത പണ്ഡിതന്മാരിൽ അതുകൊണ്ടും ശ്രദ്ധേയനായ ശ്രീ VR മുരളീധരന് ഈ അവാർഡ് നൽകുന്നതിൽ സംസ്കൃത അക്കാദമിക്ക് വളരെ ചരിതാർത്ഥമാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ, മധുരത്തോടുകൂടി സമാപിപ്പിക്കണം എന്ന് പറയുന്നത് പോലെ ഏറ്റവും മധുരമായ ഒരു കാര്യമാണ് ഈ ക്യാമ്പസിന്റെ അഭിമാനമായ, ഈ ക്യാമ്പസിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ മഹേഷ് ബാബു. ഇവിടെ തന്നെ ഗ്രാജുവേഷൻ, ഇവിടെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇവിടെ തന്നെ PhD എല്ലാം കഴിഞ്ഞതിന് ശേഷം വളരെ ദീർഘകാലം അധ്യാപക വൃത്തിയിൽ മാത്രം പറഞ്ഞാൽ പോരാ, അധ്യാപക വൃത്തി ചെയ്യുന്ന ഒപ്പം തന്നെ അധ്യാപകരെ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിക്കുന്നതിലും മഹേഷ് ബാബു വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ആധുനിക മാധ്യമങ്ങൾ, നവമാധ്യമങ്ങളിൽ കൂടെ വളരെ പ്രായമായ സംസ്കൃത മുത്തശ്ശിയെ കൈപിടിച്ച് ഈ നൂതനമായ, നവീനമായ, ആധുനികമായ ഈ നവ്യ മാധ്യമങ്ങളിലേക്കൊക്കെ ആനയിച്ച ആളാണ് ഡോക്ടർ മഹേഷ് ബാബു. നാടകങ്ങളുടെ രംഗത്ത്, കലാരംഗത്ത്, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ രംഗത്ത്, സർവോപരി സംസ്കൃത സിനിമയുടെ, അനുലക്തി എന്ന് പറയുന്ന ഒരു സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോലും മഹേഷ് ബാബു വർക്ക് ചെയ്തിട്ടുണ്ട്. അനവധി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ സമയം കുഴപ്പമുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മഹേഷ് ബാബുവിനെ പ്രസിദ്ധ നൈയായികനും സംസ്കൃത പണ്ഡിതനുമായിരുന്ന പ്രൊഫസർ P. രാമൻ നമ്പ്യാർ മാഷിന്റെ പേരിലുള്ള രാമപ്രഭ പുരസ്കാരം നൽകി ആദരിക്കുവാൻ കേരള സംസ്കൃത അക്കാദമിക്ക് വലിയ ചരിതാർത്ഥമുണ്ട്. അതാണ് 4ാമത്തെ പുരസ്കാരമായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇങ്ങനെ 4 പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിൽ, ആ 4 പുരസ്കാരങ്ങളിൽ C. രാജേന്ദ്രൻ ഒഴികെ ബാക്കി 3 പേരും ഇവിടെ ഹാജരാണ്, സന്നിഹിതരാണ്. ഈ സന്ദർഭത്തിൽ കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് വലിയ ഒരു സന്തോഷത്തിൻ്റെ വക നൽകുന്ന വിഷയമാണ്. വളരെ അർഹിക്കുന്ന കൈകളിൽ നിന്ന് തന്നെ ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ അവർക്ക് സന്ദർഭം ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസകൾ അറിയിച്ചുകൊണ്ട്
ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയവർക്ക് ഇനിയും ഇതിലും വലിയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാനുള്ള പ്രേരണയായിട്ട് ഈ പുരസ്കാരങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം.